സുധിച്ചേട്ടൻ നേരത്തെ ഇങ്ങനെ മരിക്കുമെന്ന് ഞാൻ എന്നാ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. നേരത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ. അത് ഉറക്കത്തെ ഞാൻ കാണാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുക. സ്വപ്നത്തിൽ കാണുന്നത് മരിക്കുമെന്ന്. സൂപ്പറാ. ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ സുധിച്ചേട്ടൻ മുഖാന്തരമാണ്. സുധിച്ചേട്ടന്റെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത ബിഷപ്പാണ്. അല്ല, അങ്ങനെ കേട്ടതുപോലൊരു ഓർമ്മ. ഇപ്പൊ നിങ്ങൾ പറയുന്നു സുധിച്ചേട്ടൻ വഴിയാണ് ബിഷപ്പിനെ പരിചയമെന്ന്. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരറാണി റെണുസുധിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വീഡിയോ. റെണുസുധിയുടെ കുന്തളിപ്പ് അങ്ങോട്ട് തീരുന്നില്ല. അഹങ്കാരത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ കയറി ഇരിക്കുകയാണ് രേണുസുധി എന്ന് കാണിച്ചു തരുന്ന ഒരു പുതിയ ഇന്റർവ്യൂ രേണുസുധിയുടെ ഞാൻ കാണാൻ ഇടയായി. അപ്പോൾ എന്താണെങ്കിലും അതെടുത്ത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. ഈ ഒരു രേണുസുധിയുടെ അഹങ്കാരവും രേണുസുധി നമ്മൾ വ്യൂവേഴ്സിനെ പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും രേണുസുധിയെ ഇത്രയും ഫേമസ് ആക്കിയ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളെ പച്ച കാട്ടുന്ന ഒരു പരിപാടിയൊക്കെ രേണുസുധി കാണിക്കുന്നത് ഞാൻ കണ്ടു. രേണുസുധിയോട് ആദ്യം തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞോട്ടെ. രേണുസുധി, താങ്കൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് രേണുസുധി മനസ്സിലാക്കണം. അത് പൊതുസമൂഹത്തിന് അറിയാം, നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആളുകൾക്കും അറിയാം. അല്ലാതെ നിങ്ങളുടെ അഭിനയ മികവ് കണ്ടിട്ടല്ല നിങ്ങളെ ഇവിടെ പല ഷോർട്ട് ഫിലിമുകളിലും ആളുകൾ കാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുണ്ടെങ്കിൽ ആളുകൾ അതിൻ്റെ അടിയിൽ വന്ന് രണ്ട് തെറി പറയും എന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ തെറി കമന്റുകളോ മോശം കമന്റുകളോ ഒക്കെ വരുമ്പോഴാണ് ആ വീഡിയോ ഒക്കെ കയറി അങ്ങ് റീച്ച് ആവുന്നത്. അതുകൊണ്ടാണ് ആ ഷോർട്ട് ഫിലിം ആണെങ്കിലും ശരി, ഒരു സോങ് ആണെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നതും എന്തെങ്കിലുമൊക്കെ ഗുണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവുന്നതും. അത് രേണുസുധി ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ രേണുസുധിയുടെ റീസെന്റ് ആയിട്ട് വന്ന ഈ പുതിയ ഇന്റർവ്യൂ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ രേണുസുധിയുടെ ഇന്റർവ്യൂ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനപ്പോൾ ആലോചിച്ചു എന്തുകൊണ്ട്. അതിനുള്ള ഉത്തരം വേറൊന്നുമല്ല, നിന്റെ കുന്തളിപ്പ് കൊണ്ട് തന്നെ, അല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടും അല്ല. നീ തന്നെ നാട്ടുകാരെ പുച്ഛി. രേണുസുധി അത് മനസ്സിലാക്കണം. നെഗറ്റീവ് കമന്റോളികൾ ഉള്ളത് കൊണ്ടാണ് രേണുസുധി നിലനിന്ന് പോകുന്നതെന്നുള്ളത്. അത് കൂട്ടുകാരി നീ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. അത് മറന്ന് നീ കളിച്ച വീട്ടിൽ ഇരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ആരും വിളിക്കത്തില്ല. അപ്പൊ എന്താണെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക. ഇനി നമുക്ക് കുറച്ച് ക്ലിപ്പുകൾ, രേണുസുധിയുടെ പുതിയ ഇന്റർവ്യൂവിന്റെ വളരെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ചേച്ചി പറയുന്നതിനെ പറ്റി സംസാരിക്കാനുണ്ട്. എൻ്റെ പൊന്നു രേണുസുധി, നാട്ടുകാരുടെ മുമ്പിൽ മെഴുകി മതിയായില്ലേ? എല്ലാവർക്കും മനസ്സിലായി നീ ആരാണെന്നുള്ളത്. എന്താണെങ്കിലും ഈ ക്ലിപ്പുകൾ കുറച്ച് നമുക്ക് കാണാം. നമ്മുടെ അതുൽ വ്ലോഗ്സ്, അതുലിനെതിരെയാണ് സംസാരിക്കുന്നതിൽ ഭൂരിഭാഗവും. പക്ഷേ അതുലിനെതിരെ പറയുന്നതിനകത്തെല്ലാം ഈ ചേച്ചി കയ്യിൽ നിന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. എല്ലാം ഇവർക്കുള്ള കുത്തു തന്നെയാണ്. അവർ തന്നെ ഇട്ട് തരിക. നാട്ടുകാരെ തന്തയ്ക്ക് പറയൂ എന്നും പറഞ്ഞ്. നമ്മൾ തന്തയ്ക്കൊന്നും പറയുന്നില്ല, പക്ഷെ ഉള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തൊന്ന് കാണിക്കാൻ പോവാ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതുൽ വ്ലോഗ് മീൻസ് പുള്ളി ആദ്യം തുടക്കത്തിൽ ചെയ്തൊരു കേസ് എന്ന് പറയുന്നത് ബിഷപ്പിന്റെ ഒരു കേസാണ്. ഈ ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ്. അപ്പം രേണു ആണെങ്കിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ മകന് വേണ്ടിയിട്ട് കുറെ ബാഗൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് ബിഷപ്പാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരാളെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? പറയാം, എടാ ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു. ബിഷപ്പ് തട്ടിപ്പ്, അയ്യോ ഇയാൾ തട്ടിപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണാൻ ഞാൻ ജ്യോതിഷനല്ല. ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ സുധിച്ചേട്ടൻ മുഖാന്തരമാണ്. സുധിച്ചേട്ടന്റെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത ബിഷപ്പാണ്. അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ആ ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത്, മനസ്സിലായോ? അപ്പം ഈ ഒരു ബാഗും ബുക്കും കൂടെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഈ പള്ളിക്കാർ കൊണ്ട് ബാഗും ബുക്കും കൂടെയും കൊടുത്ത് എന്റെ സന്തോഷത്തെ ഞാൻ പറഞ്ഞു. അതിന്റെ പിറ്റേ ഒരാഴ്ചയാണ് ബിഷപ്പിനെ പോലീസ് പിടിക്കുന്നത്. ഞാൻ അറിഞ്ഞോണ്ടാണോ? ഒരിക്കലും അത് രേണുസുധി ചേച്ചി അറിഞ്ഞോണ്ടല്ല. പോട്ടെ, ചേച്ചിക്കൊരു അബദ്ധം പറ്റി. പക്ഷെ ചേച്ചി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ പറയുന്നത് കേട്ടു, സുധി എന്ന് പറയുന്ന വ്യക്തി മുഖാന്തരമാണ് നിങ്ങൾ ആ ബിഷപ്പിനെ പരിചയപ്പെട്ടത് എന്ന് പറയുന്നത് കേട്ടു. ഇതിനു മുമ്പേ ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മരിക്കുന്നതിനും ഒരാഴ്ച മുമ്പാണ് സുധി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ആ പള്ളിയിൽ വന്നത്, അതായത് ബിഷപ്പ് നടത്തുന്ന പള്ളിയിൽ വന്നത്. അവിടെ വന്നതിന് ശേഷമാണ് സുധിച്ചേട്ടന് മറ്റേ മനസാന്തരം വന്ന് സുധിച്ചേട്ടൻ നിങ്ങളോട് പറയുന്നത്, മോളെ എനിക്ക് എന്തെങ്കിലും പറ്റി എന്നെ ഇവിടെ അടയ്ക്കാ മതി എന്നൊക്കെയല്ലേ നിങ്ങൾ എവിടെയോ പറഞ്ഞത്? അല്ല, അങ്ങനെ കേട്ടതുപോലൊരു ഓർമ്മ. ഇപ്പം നിങ്ങൾ പറയുന്നു സുധിച്ചേട്ടൻ വഴിയാണ് ബിഷപ്പിനെ പരിചയമെന്ന്. സുധിച്ചേട്ടൻ വഴിയാണ് ബിഷപ്പിനെ പരിചയമെങ്കിൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പല്ലല്ലോ, അതിന് മുമ്പും അങ്ങനെ അവിടെ പോയി കാണത്തില്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പള്ളിയിലച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെങ്കിൽ അയാൾക്ക് അത് ആദ്യമേ അറിയണമായിരിക്കുമല്ലോ, ഈ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക്. പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലല്ലോ ചേച്ചി പറഞ്ഞത്.
എന്തൊക്കെയോ ഒരു മറ്റേ ചീഞ്ഞ് നാറന്ന് ചേച്ചി പറയുന്നതിനകത്ത് ഇനി അത് പോട്ടെ, ഇനിയിപ്പോ അവിടെ കിടന്ന് മെഴുകണ്ട, നമുക്ക് ബാക്കി കേൾക്കാം. അല്ലെങ്കിൽ ബിഷപ്പിനെ പോലീസ് പിടിച്ചിട്ടാണോ ഞാൻ ആ വീഡിയോ ഇറക്കിയത്? ഇതൊക്കെ എന്തിനാ ഇതൊക്കെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എനിക്കറിയത്തില്ല. ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നത് എന്റെ തന്തയാണോ ബിഷപ്പ്? ഇവൻ എന്നെ പറയാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തുന്നത് എന്റെ തന്തയാണോ ബിഷപ്പ്? അല്ലല്ലോ. ബിഷപ്പിന്റെ വൈഫിനും മക്കൾക്കും ആർക്കും ഇല്ല പ്രശ്നം, ഇവനാണല്ലോ ഈ പ്രശ്നം. അതെനിക്കറിയത്തില്ല, അത് എന്തിന്റെ കേടാന്ന് എനിക്കറിയത്തില്ല. അല്ല ചേച്ചിക്ക് എന്തിന്റെ കേടാ ചേച്ചി എന്താ ഈ പറയുന്നത്? അല്ല വേറൊരു കാര്യം എനിക്കറിയാൻ പാടില്ല, ബിഷപ്പിനും ചേച്ചിയുടെ അടികൂള നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, പോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ബിഷപ്പിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇല്ലാത്ത പ്രശ്നം എന്താ? അതിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ബിഷപ്പിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്ത് പ്രശ്നം? നിങ്ങൾ കണ്ട ഇന്റർവ്യൂവിൽ കയറി ഇരുന്ന് പല കഥകളും പറയുമ്പോഴത്തേക്ക് പല പല കഥകളാ പറയുന്നത്. ഇതൊക്കെ വിളിച്ച് കൂമ്പത്തേക്ക് കാണുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും, അവരപ്പോ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അല്ല അതിനെന്താ ഇത്ര പ്രശ്നം എന്താ? അല്ല വീഡിയോ കാണുന്ന ജനങ്ങളെ നിങ്ങളോടാണ്, ഇവർക്ക് അതിനോട് ഇത്ര ചൊറിച്ചിൽ വരാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ? എനിക്ക് മനസ്സിലായതാണ്, ഈ ബിഷപ്പിന്റെ കേസ് അതിലങ്ങ് ഉത്തിപ്പൊക്കി, മനസ്സിലായില്ലേ? അതുലിന് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത് വെച്ച് എനിക്ക് അതിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാവാൻ സാധിച്ചത്, അവന് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഈ ഒരു ബിഷപ്പിന്റെ ഉടായ്പകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയത്. അവൻ അതെടുത്ത് അങ്ങ് പുറത്ത് വിട്ടു. അത് പണിയാകും എന്ന് നമ്മുടെ രേണുസുതി ചേച്ചിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവന്റെ നെഞ്ചത്ത് ഇത്രയും കയറുന്നത്, വേറെ ആരുടെയും നെഞ്ചത്തോട്ട് പോകാത്ത അവന്റെ മാത്രം നെഞ്ചത്ത് കയറുന്നത്. എനിക്ക് അങ്ങനെ കേട്ടോ മനസ്സിലായത്. ഇല്ലെങ്കിൽ പിന്നെ അവനെ പറ്റി അവൻ എന്തോ വളരെ മോശമായിട്ട് ചെയ്തു, അവൻ എന്താ മറ്റേ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഒരുപാടുണ്ട്, 10-35 മിനിറ്റുള്ള വീഡിയോ, എല്ലാം ഒന്നും കാണിക്കുന്നില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നു, എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ കണ്ട പോർഷൻസിലൊന്നും അവനങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതോ ഇവരെ മറ്റേ വളരെ വൃത്തികെട്ട രീതിയിൽ എന്താണ് പൊളിച്ചു കാണിക്കുന്നതോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അവന് കിട്ടിയ തെളിവുകൾ വെച്ച് അവന് സംസാരിക്കേണ്ട രീതിയിൽ അവൻ സംസാരിച്ചു. അതിനെന്താ ഇത്ര പൊളിയുന്നത്? ഇവര് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്ന, അവരൊക്കെ ചെയ്തോട്ടെ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റേതാണ്. പക്ഷെ അതുലിനെ മാത്രം അവനെ ഫോക്കസ് ചെയ്ത് അടിക്കാനുള്ളൊരു കാരണം ഇതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അവരുള്ളത് കുത്തിപ്പൊക്കി വെളിയിലോട്ട് ഇട്ടു, അത് പിടിക്കുന്നില്ല, അത് പണിയാവുമെന്ന് അറിയാം. ബാക്കി കേൾക്കാം. അപ്പം രേണു ആ പള്ളിയിലാണ് പോകുന്നത്. അല്ല അന്ന് വരെ പോയത് അത് കാരണം എന്റെ ഭർത്താവിന്റെ ഭൗതിക ശരീരം ആ പള്ളിയുടെ സെമിത്തേരിയിലാണ് അടക്കിയത്. സോ അവിടെ പോയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ തട്ടിപ്പ് എന്തുവാകട്ടെ കേസ്, നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. നമുക്ക് ആളെ ബിഷപ്പായിട്ട് അറിയത്തുള്ളായിരുന്നു. പിന്നെ തട്ടിപ്പായി പ്രശ്നമായി അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ ആ ചർച്ചിൽ പോയിട്ടില്ല. ഞങ്ങളുടെ പഴയ ചർച്ചിലാണ് ഞങ്ങളിപ്പോ പോകുന്നത്. അല്ല പഴയ ചർച്ചിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പം അവിടെ അടക്കിയ സുധിച്ചേട്ടന്റെ ശവശരീരം ചേച്ചി എടുത്തോണ്ട് വന്ന് പുതിയ പള്ളിയിൽ കൊണ്ടുവന്ന് അടക്കിയോ? അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അല്ല ഇവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ പോകാനുള്ളൊരു കാരണം സുധിച്ചേട്ടന്റെ ഭൗതിക ശരീരം അവിടെയാണ് അടക്കിയത്, അപ്പൊ അവിടെ പോകുന്നു, അതിനകത്ത് തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പള്ളിയിലച്ഛൻ കള്ളനാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്തിനാ അവിടെ പോകാതിരിക്കുന്നത്? കാരണം നിങ്ങളുടെ ഭർത്താവിന്റെ ശവശരീരം അവിടെ തന്നെ അല്ലേ അടക്കിയിരിക്കുന്നത്. പള്ളിയിലച്ഛനും കള്ളനാണെന്നും പറഞ്ഞ് അവിടെ അടക്കിയിരിക്കുന്ന ഭർത്താവിനെ കാണാൻ പോകുന്നതിനകത്ത് എന്താ ഇത്ര പ്രശ്നം? ഞാൻ ചോദിച്ചതിനകത്ത് തെറ്റുണ്ടോ? നിങ്ങൾ പറ. അല്ല ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പള്ളിയിലച്ഛൻ കള്ളനാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകാതിരിക്കുക, ഓക്കെ, അതും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പള്ളിയിലച്ഛൻ അല്ലല്ലോ, പള്ളിയിലുള്ളത് വേറെ ആളാണല്ലോ, പള്ളിയിലച്ഛനല്ലോ അതിനകത്ത് രൂപ കുടിക്കേറി ഇരിക്കുന്നത്. അതുകൊണ്ട് പള്ളിയിലച്ഛനെ വിടുക, അതും പോട്ടെ, അതെല്ലാം പോട്ടെ. പക്ഷെ അവിടെ അടക്കിയിരിക്കുന്നത് സ്വന്തം ഭർത്താവിനെ അല്ലേ? പള്ളിയിലച്ഛൻ കള്ളനാന്നും പറഞ്ഞ് അവിടെ അടക്കിയിരിക്കുന്ന ഭർത്താവിനെ കാണാൻ പൊക്കൂടെ? അതിനുശേഷം ആ പരിസരത്തേക്കേ പോയിട്ടില്ലെന്ന്. അതപ്പോ എന്തെങ്കിലും പേടിയുള്ളത് കൊണ്ടല്ലേ അങ്ങോട്ട് പോകാത്തത്? നമ്മളങ്ങനെ ചോദിക്കുള്ളൂ. ഇല്ല നിങ്ങൾ പറ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലാതിരിക്കുമോ സ്വന്തം ഭർത്താവിന്റെ കല്ലട ഉള്ളിടത്ത്? ഇനി അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം, ബാക്കി നിങ്ങളൊന്ന് കേക്ക്. ഓക്കെ, ഇപ്പം സുധിച്ചേട്ടന്റെ ഒരു സുഹൃത്ത് പറയുന്ന വോയിസ് ഒക്കെ അതിൽ ഇറക്കിയിട്ടുണ്ട്. ഞാനൊന്നും കേൾക്കാറില്ല, പറഞ്ഞോളൂ. ഞാനപ്പം ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, പറഞ്ഞൊരു വോയിസ് ഉണ്ട്. ആ വോയിസിൽ പറയുന്നത് കൊല്ലം സുധി എന്ന് പറയുന്ന ആള് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചിട്ടില്ല, മാമോദിസ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല, അങ്ങനെയാണ് പള്ളിയിൽ അടക്കം ചെയ്തത്. കൊല്ലം സുധിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൊല്ലത്ത് അടക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു. ഈ പറഞ്ഞവനെ ഇപ്പം കൊണ്ടു അവിടെ ഭൗതിക ശരീരം ഇരിപ്പുണ്ട്, അവൻ അവിടെ കൊണ്ട് അടക്കം ചെയ്യട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്നെ പറയാൻ മരിച്ചിട്ട് 2 വർഷം, ഇപ്പോഴാണ് വോയിസ് ഇറക്കുന്നത്. അന്ന് മരിച്ചപ്പോൾ എല്ലാവരോടും ചോദിച്ചല്ലോ എന്താ ചെയ്യണത്. മൂത്ത മകൻ അവന് 18 വയസ്സുള്ളപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത്, അല്ലെ അവൻ പറയട്ടല്ലെന്ന്, അവനാണ് പറഞ്ഞത് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞായറാഴ്ചകളിൽ അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അച്ഛനെ ആ പള്ളിയിൽ അടക്കിയാൽ മതി, അവനാണ് പറഞ്ഞത്, അവനോടാണ് ചോദിച്ചത്. അന്ന് ഈ കൂട്ടുകാരൻ എവിടെയായിരുന്നു? അവന് കൊണ്ട് നടക്കാൻ പറ്റായിരുന്നു അന്ന് ഈ കൂട്ടുകാരൻ എവിടെയായിരുന്നേ? ഇപ്പം മരിച്ച് 2 വർഷമായി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ അടക്കി, ഇപ്പൊ മരിച്ച് 2 വർഷം. ഈ പറയുന്നവരെന്നെ ഇങ്ങ് വരട്ടെ, ഇവിടെ കണ്ട് അവിടെ ഉണ്ട്, കൊണ്ട് നടക്കട്ടെ. ഞാൻ അതിന് എതിരൊന്നും ചെയ്യുന്നില്ലല്ലോ, എതിര് നിൽക്കുന്നുമില്ല. സുധിച്ചേട്ടൻ ഹിന്ദു മതത്തിൽ ജനിച്ചു, ഹിന്ദു മതത്തിൽ തന്നെയാണ് മരിച്ചതും, ഒരു മാമോദിസ മുങ്ങിട്ടില്ല. പക്ഷേ മൂത്ത മകനോട് ചോദിച്ചു എവിടെയാണ് അടക്കേണ്ടത്, കൊല്ലത്താണ്. ഞാൻ ശരി, അവൻ പറയണം അമ്മ നമ്മുടെ അച്ഛനെ കൊല്ലത്ത് അടക്കണം, ഞാൻ സമ്മതിച്ചേനെ. ഓക്കെ,
രേണു തന്നെ പറയുന്നുണ്ട് ഹിന്ദു മതത്തിൽ ജനിച്ച് ഹിന്ദു മതത്തിലാണ് മരിച്ചത് എന്ന്. രേണു ആ പറഞ്ഞത് തെറ്റാ. ഹിന്ദു മതത്തിൽ ജനിച്ച വ്യക്തി അയാൾ മരിച്ചത് ഹിന്ദുവായിട്ടല്ല. ഹിന്ദുവായിട്ടാണ് അദ്ദേഹം മരിച്ചതെങ്കിൽ രേണുവിന് തീരെ വിവരമില്ല ഇതൊക്കെ. എനിക്കത് അങ്ങനെയാണ് തോന്നുന്നത്. ഹിന്ദു മതത്തിലാണ് അദ്ദേഹം മരിച്ചതെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരുന്നു ചെയ്യേണ്ടത്? രേണുവിന് അത് അറിയത്തില്ലേ? ആചാരപ്രകാരം അത് ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹത്തെ കത്തിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു സംസ്കരിക്കേണ്ടത്. അല്ലാതെ മാമോദിസം, അത് വേറൊരു കേസ്. മാമോദിസം മുക്കാത്ത ഒരാളെ എങ്ങനെ ക്രിസ്ത്യൻ ആചാരപ്രകാരം കുഴിച്ചിട്ട് എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. നമ്മൾ ആദ്യം തൊട്ട് ചോദിക്കുന്ന കാര്യം അത്. ഇപ്പോഴും അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം രേണു തരുന്നില്ല. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളൊന്ന് ചോദിക്കേണ്ടതായിരുന്നു വ്യക്തമായിട്ട്. മാമോദിസം മുക്കിയിട്ടില്ല എന്ന് രേണു തന്നെ പറയുന്നുണ്ട്. മാമോദിസം മുക്കാത്ത ഒരാളെ എങ്ങനെ ഒരു പള്ളിയിൽ അടക്കം ചെയ്യുന്നു? ഒരു ആചാരത്തെ തന്നെയല്ലേ ഇവർ ഇല്ലാതെയാക്കുന്നത്? അതൊരു ചോദ്യമല്ലേ? പോട്ടെ, അതെല്ലാം വിടുക. രേണു സുഹൃത്തിന്റെ കാര്യം പറയുന്നുണ്ട്. സുഹൃത്ത് ഇപ്പൊ പറയുന്നുണ്ട് വന്ന് ഞാനും ആ വീഡിയോ അല്ലെങ്കിൽ ആ ഓഡിയോ എടുത്ത് ചെയ്ത ആളാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. 2 വർഷം കഴിഞ്ഞു സുധിച്ചേട്ടൻ മരിച്ച, അദ്ദേഹത്തിന്റെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട്. അന്നൊന്നും ഇവരാരും വന്നൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. ഇപ്പോഴാണ് നമ്മളോടൊക്കെ വന്ന് പറഞ്ഞത്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ചുമ്മാ അങ്ങ് രേണുവിനെ ആട്ടിത്തുപ്പാൻ ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ എടുക്കുന്ന പോയിന്റ്സിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനും ചോദ്യങ്ങളുണ്ട്. രേണു ഒരു കാര്യം മനസ്സിലാക്കുക, നീ കണ്ട ഇന്റർവ്യൂകളിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല രീതിയിൽ പലതവണ പറയുന്നതുകൊണ്ടാണ് ആളുകൾ നിന്നെ വിശ്വസിക്കാത്തതും എടുത്തു വെച്ച് കൊടുക്കുന്നതിന്റെ മെയിൻ കാര്യം അതാ. പിന്നെ നെഗറ്റീവ് കമന്റ്സും അതും അതുകൊണ്ട് തന്നെ. പിന്നെ എല്ലാം മറ്റേ ഞങ്ങളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് വരുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല. ബാക്കി ഞാൻ എന്തിനാണ് പിടിച്ചു വെക്കുന്നത്? ശരി, സൂചിച്ചാണ്ട് മോന്റെ ഇഷ്ടം പോലെ ചെയ്യാന്നാണ് അന്ന് എല്ലാവരും മോനോടാണ് ചോദിച്ചത്. സുരേഷ് ഗോപി സാർ വരെ ഇടപെട്ട കേസാണിത്. അന്ന് സാറും അത് രേണുസുതി തളരത്തില്ല. രേണുസുതി ഈ ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കണ്ട് തളരുന്നവളല്ല രേണുസുതി. അതിപ്പോഴും ഞാൻ അതിനോട് പറയണം. മറ്റുള്ള നിങ്ങൾ പിന്നെ നെഗറ്റീവ് കമൻസ്, ഇവരൊക്കെ വല്ലോ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അവക്കൊന്നും ഒന്നും ആവുന്നില്ല, ഒന്ന് മീഡിയയിൽ വരണമെന്നൊക്കെ ഇവക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കുന്നില്ല. വീഡിയോ തുറക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് രേണുസുതി, യൂട്യൂബിൽ രേണുസുതി, ആ കുശുമ്പം കൊണ്ട് കാണിക്കുന്ന ഫ്രസ്ട്രേഷനാണ് ഈ നെഗറ്റീവ് കമൻസ്. ഇതിലൊന്നും പ്രതികരിച്ചിട്ട് കാര്യം, ഒരു മാനസിക രോഗമാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരോടൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ലടാ. ചിലത് കാണുമ്പോൾ ഞാൻ നല്ല മൂഡിലാണ് തിരിച്ച് ഞാൻ കമന്റ് ഇടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനൊന്നും ഞാൻ വലിയ ഹേർട്ടായിട്ടൊന്നും കമന്റ് ഇട്ട് തിരിച്ചിടുന്നൊന്നും അല്ല. ഒട്ടും വിഷമം തോന്നാറില്ല? ഒട്ടും വിഷമില്ല. എടാ, ഞാൻ ഇത്രയും ഒരു പെണ്ണിനെ പറ്റി 100 ഒരാരോപണമാണെങ്കിൽ കുഴപ്പമില്ല. മോളൊന്ന് നോക്കിയാൽ മതി, ഒരു 10,000 ആരോപണങ്ങളാണ് ഇങ്ങനെ ഒരു ദിവസം. ഒട്ടും വിഷമമില്ല രേണുസുതിക്ക്. അത് രേണുസുതിയുടെ പറച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് രേണുസുതി. പിന്നെ ഒരു കാര്യം, സുരേഷ് ഗോപി സാറിനെ ഒന്നും പിടിച്ച് ഇനി ഇതിനകത്തോട്ടിടരുതേ. പുള്ളിയൊക്കെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കേൾക്കുന്നുണ്ട്. പുള്ളിയുടെ വഴിക്ക് പോട്ടെ. എൻ്റെ പൊണ്ണ് രേണുസുതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്ത് കണ്ടിട്ടാണ്, ഞാൻ ഇതിന് മുമ്പും ചോദിച്ചതാണ്, എന്ത് കണ്ടിട്ടാണ് രേണുസുതിയോട് ജനങ്ങൾക്ക് കുശുമ്പ് തോന്നേണ്ടത്? അതൊന്ന് പറഞ്ഞു തരിക. സോഷ്യൽ മീഡിയയിലെ ഭയങ്കര വൈറൽ താരമായതുകൊണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ വൈറൽ താരമാവുന്നത്? നിങ്ങളുടെ അഭിനയത്തിന്റെ മറ്റേ ചടുലത കൊണ്ടാണോ നിങ്ങൾ വൈറലാവുന്നത്? ഒന്നും അല്ലല്ലോ. സുധി എന്നും പറഞ്ഞ് നടന്ന് കണ്ട ഇന്റർവ്യൂവിലൊക്കെ കയറി ഇരുന്ന് അവരാധിച്ച് ലാസ്റ്റ് നാട്ടുകാരുടെ വരെ തെറിക്കമന്റ്. അത് കണ്ടപ്പോഴത്തേക്ക് കുറെ ആളുകൾ നിന്നെ വെച്ച് എന്ത് ചെയ്താലും റീച്ചാവും, തെറി കിട്ടും എന്ന് മനസ്സിലാക്കി റീച്ച് ആകാം. ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് നിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ച് ആകാം എന്ന് മനസ്സിലായവർ നിന്നെ വെച്ച് ഓരോ പരിപാടികൾ ചെയ്യുന്നു. അതിൻ്റെ അടിയിലും കമന്റുകൾ ഇങ്ങനെ തന്നെ വരുന്നതുകൊണ്ട് റീച്ചായി പോകുന്നു. അതല്ലേ സംഭവിക്കുന്നത്? ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നീ മാനസരോഗികൾ. എന്തെങ്കിലും നല്ലത് കണ്ടാലും അവിടെ വന്ന് ഈ തെറി മാത്രം അല്ലെങ്കിൽ മോശം മാത്രം പറയാനിരിക്കുന്നവരെ ഓക്കെ, ആ ഒരു മെന്റൽ ഡിസബിലിറ്റി ഉള്ളവരായിരിക്കാം എന്ന് തന്നെ വിചാരിച്ചോ. പക്ഷെ നിന്റെ കേസിൽ വന്ന് ഓരോന്ന് പറയുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പറ്റില്ല രേണു. കാരണം നീ കാണിച്ചു കൂട്ടുന്നത് അതാ. കാണിച്ചു കൂട്ടുക ഇൻ ദ സെൻസ്, നീ ഇന്റർവ്യൂകളിൽ കയറിയിരുന്ന് നിന്റെ അഭിനയത്തെ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്റർവ്യൂകൾ ഇതാ ഇപ്പൊ തന്നെ കയറിയിരുന്ന് എന്തൊക്കെയാ നീ പറയുന്നത്? ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും അതിന് മറ്റേ കുശുമ്പാണെന്ന് പറയുന്നത്. എനിക്ക് അറിയാൻ പാടില്ല കേട്ടാ. ഒരു തുള്ളി കാര്യം കൂടെ, ചെറിയൊരു കാര്യം കൂടെ രേണു പറയുന്നത്, അതാണ് ഇമ്പോർട്ടന്റ്. അതും കൂടെ ഒന്ന് കേട്ടോണേ, വ്യക്തമായിട്ട് കേട്ടോണേ. സുധിച്ചേട്ടൻ നേരത്തെ ഇങ്ങനെ മരിക്കുമെന്ന് ഞാൻ എന്നെ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. നേരത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ. അത് ഉറക്കത്തെ ഞാൻ കണ്ടു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുക. ഉറക്കത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്ത് സുധിച്ചേട്ടൻ മരിക്കുന്നയാ? ഞാനല്ല ഇത് പറയുന്നത്, കേട്ടല്ലോ അറിയാതെ വായിന്ന് വീഴുന്നത്. എൻ്റെ പൊന്നു രേണുസുതി, എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, വേറൊന്നുമല്ല. നിങ്ങൾ അഭിനയിക്കുക, നിങ്ങൾക്ക് ജീവിക്കണം. ഞാൻ ഇനി മുമ്പും പറഞ്ഞതാ, നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾ അഭിനയിക്കൂ. അഭിനയിച്ച് തകർക്കൂ. മലയാളികൾ കമന്റ് ഇട്ട് നിങ്ങളെ റീച്ച് ആക്കിക്കോളും. പക്ഷേ
വന്നിരുന്ന് ഇന്റർവ്യൂകളിൽ വന്ന് ഇന്റർവ്യൂകളിൽ കയറാതിരിക്കുക. നിങ്ങൾ കയറി കരഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റം നിന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നതാണൊക്കെ എല്ലാവർക്കും തോന്നത്തുള്ളൂ. എനിക്കൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങ് ആട് വളരെ പുച്ഛം, ഞാൻ മറ്റേ അഭിനയ കുലപതി, നിങ്ങളൊക്കെ വെറും എന്നെ കണ്ടിട്ട് മറ്റേ എന്താണ് കുശുമ്പ് തോന്നുന്നു. എന്റെ പൊന്നു ചേച്ചി, എന്ത് കണ്ടിട്ട് കുശുമ്പ് തോന്നാനാ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. സ്വപ്നത്തിൽ കാണുന്നതാ മരിക്കുമെന്ന്. സൂപ്പറാ.